ഹലോ, അസ്സലാമലൈക്കും. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ റവ കൊണ്ട് ഒരു പത്തിരിയാണ്. അപ്പോൾ ഇതിന് അര ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്, അര മുറി തേങ്ങ, റവ ബറ്റപ്പം എന്നാണ് പറയൽ ഇതിന്, ഒരു 4 സ്പൂൺ ഉപ്പും. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൊണ്ട് കുഴച്ചെടുക്കുക. ബറ്റങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ കൂട്ടാം. ബറ്റാണ് ഇതിൽ തോന, കുറച്ച് റവ മതി. അപ്പം അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കുക എല്ലാം കൂടി. അപ്പം നമ്മൾ 3 ബോളാക്കി വെച്ചിട്ടുണ്ട്. വറ്റ് കാണുന്നുണ്ട്, വറ്റ് അച്ചേൽക്ക് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. മുമ്പത്തെ കാലത്തൊക്കെ ചോറ് ബാക്കിയാവുമ്പോഴേ അപ്പം നമ്മളെ ഉമ്മാരൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നിരുന്നു, അത് കുറേ വർഷം മുമ്പ്. അപ്പം അങ്ങനെ ഇപ്പോഴും ഞാൻ ഉണ്ടാക്കലുണ്ട്. അതാണിപ്പോൾ കാട്ടിൽ തന്നെ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കിയത്. ബാലൻസ് വറ്റ് വരുമ്പോഴേ അപ്പം ഇനി അത് തിളപ്പിച്ച് വിറ്റണ്ടെന്നും പറഞ്ഞിങ്ങനെ ചെയ്യും. അപ്പോൾ ഈ ഇതിലിട്ട് കണ്ടുകൊണ്ട് പരുത്തുക. വെണ്ണയും വെളിച്ചെണ്ണയും ഒന്നും വേണ്ട, അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പം അങ്ങനെ കൈ കൊണ്ട് തന്നെ അമർത്തി പരത്തിയതാണ്. മുമ്പ് ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഫ്രിഡ്ജില്ലാത്ത കാലത്ത് നമ്മളമ്മയൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ചട്ടിയിൽ ഓക്കെ ഇനി വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മളെ വറ്റപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ ഒരു 2 ഗ്ലാസ് ചായയും ഇവിടെ റെഡി. ഓക്കെ.